നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വാലർ ട്രേഡിംഗ് ബോട്ടിൻ്റെ ട്രേഡിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ. അപ്പോൾ അതിൻ്റെ എന്തോരം ട്രേഡ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്താണ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 30 ഡേ ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. 30 ഡേ കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ 3 ദിവസത്തേക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് ബോട്ട് ഓഫായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്നാണ്. ഓണായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 ദിവസം ബോട്ട് ഓഫായിരുന്നു. ബോട്ട് ഓഫായ എന്താണെന്ന് വെച്ചാൽ US എന്തോ ഒരു ന്യൂസ് വന്നു. അപ്പോൾ ക്രിപ്റ്റോകറൻസി മാർക്കറ്റ് നന്നായിട്ട് ക്രാഷായി. അപ്പോൾ അതുകൊണ്ട് ബോട്ട് അവരുടെ സൈഡിൽ നിന്ന് തന്നെ ഓഫാക്കി വെച്ചു, കൂടുതൽ ക്രാഷിലായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ലോസ് വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഥവാ ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് വന്നിട്ട് ക്രാഷ് ആവാൻ തുടങ്ങുക എന്നുള്ളൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോപ്പ് ലോസ് 1%, നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1% വച്ചിട്ട് സെല്ലാക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റോപ്പ് ലോസിൽ സെല്ലാക്കി USDT ആക്കിയിട്ട് ഫണ്ട് സേഫാക്കി വെക്കും. അതാണ് ഈ ബോട്ടിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ബോട്ട് റണ്ണ് ചെയ്യണത് സ്റ്റോപ്പാക്കി വെക്കും. ഇപ്പോൾ 3 ഡേയ്സിലോട്ടോ 4 ഡേയ്സിലോട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലിങ്കിങ്ങും API ലിങ്കിങ്ങും ബൈനാൻസായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നും പ്ലാനിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യണ വീഡിയോ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ജസ്റ്റ് USDT വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബൈയും സെല്ലും ചെയ്തോളും. ഞാൻ അറിഞ്ഞ പോലുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ USDT മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ബോട്ട് ഓണായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൈയും സെല്ല് ചെയ്തു. കുറേ പ്രാവശ്യം ട്രേഡ് നടന്നതിൻ്റെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഡേയിലെ എന്തൊക്കെ നടന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻജോയ് ടു എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അതായത് നിങ്ങളുടെ യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഡാഷ്ബോർഡിലോട്ട് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് ഉണ്ടാവാം. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഇതുപോലൊരു ബോട്ട് ഒരു ഒരു സമയത്ത് ഇത് സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വേഴ്സ്റ്റ് കേസ് സിനേറിയോ എന്ന് പറഞ്ഞൊരു സിനേറിയോയും കൂടി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഫണ്ട് പോകുന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ബൈനാൻസിൽ കിടക്കുന്ന ഫണ്ട് ഈ ബോട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആക്ടിവേഷൻ ചാർജ് 1 ഇയറിലായിട്ട് കൊടുത്താണ് ആക്ടിവേഷൻ ചാർജ് എന്തായാലും പോകും. ഈ ബോട്ട് നിർത്തലാവുകയാണെങ്കിൽ വേഴ്സ്റ്റ് കേസ് സിനാറിയോ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും സ്വന്തം റിസ്ക് ചെയ്യുക. പിന്നെ ബോട്ടിൻ്റെ പ്രോഫിറ്റും ലോസൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് തന്നെ എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ USDT എന്ന് വെച്ചാൽ 0.16 ആണ്. ഇവിടെ BTC ഓട്ടോമാറ്റിക്കായിട്ട് ബോട്ട് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 0.0025 BTC ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ BTCയുടെ പ്രൈസ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ബൈനാൻസിൽ നിന്ന് എടുത്താണ് ഡീറ്റെയിൽസാണ്. പിന്നെ ഇവിടെ താഴത്തേട്ട് ചെയ്യുമ്പോൾ പ്ലാൻ A ആണ് ഞാൻ ചൂസ് ചെയ്തത്. അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് $270 പ്ലാൻ C ആക്കണമെന്നുണ്ട്. പ്ലാൻ C ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് എമൗണ്ടിൻ്റെ ട്രേഡിങ് ചെയ്യാൻ പറ്റും. ഇതിലാണെങ്കിൽ നമുക്ക് 500 USDT വരെയാണ് ട്രേഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ 50 USDT ഇട്ടാണ് തുടങ്ങിയേക്കുന്നത്. ഇപ്പോൾ എൻ്റെ വാളറ്റിൽ ബാലൻസ് എന്ന് വെച്ചാൽ 0.16 USDT ആണ്. ബാക്കി USDTക്ക് BTC വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ബോട്ട് ആക്റ്റീവാണ്. ബോട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ താഴത്തെ നിന്ന് വാളറ്റ്, ഷെയർ ലിങ്ക്, API, റിവാർഡ്, ട്രേഡ് ഹിസ്റ്ററി അതൊക്കെ കാണാൻ പറ്റും. ഇതിൽ ട്രേഡ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്താൽ ട്രേഡ് നമുക്ക് കാണാൻ പറ്റും. അതിലും എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാവണത് ഏതാണെന്ന് വെച്ചാൽ ബൈനാൻസിലെ ട്രേഡ് നോക്കുമ്പോഴാണ്. അപ്പോൾ ബൈനാൻസിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ബൈനാൻസിൽ ഇവിടെ എൻ്റെ നോക്കുക 0.0025 BTC വാങ്ങിച്ചു വെച്ചാണ്. ബോട്ട് വാങ്ങിച്ചതാണ്, ഞാൻ വാങ്ങിച്ചതല്ല, ബോട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ USDT 0.1615 ആണ്. 50 USDT കൊടുത്തിട്ട് 50 USDT ബഡ്ജറ്റാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 49.28 എന്ന് കൂട്ടിക്കോ. 49.28 ഇതിൻ്റെ BTC ഉണ്ട്. പിന്നെ 0.16 USDT ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫണ്ട് ബാക്കിയുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ട്രേഡ് ഹിസ്റ്ററി നോക്കാനായിട്ട് ഈ ഒരു ഹിസ്റ്ററി പോലത്തെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള ആ ഒരു ലിസ്റ്റിൻ്റെ പോലത്തെ ഒരു ഐക്കൺ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ഹിസ്റ്ററി നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ട്രേഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ ഫസ്റ്റത്തെ ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 20/121 ഒരു ബൈ നടന്നു. 20/121 ഒരു ബൈ നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 20/121 വീണ്ടും ബൈ നടന്നു. $24 പകുതിയൊക്കെയാണ് കേട്ടോ. $24 വീണ്ടും ബൈ നടന്നു. പിന്നെ BTC USDT
19,911 സെല്ല് ചെയ്തു. കാരണം ക്രാഷിലായിട്ട് വരാമെന്നുള്ള സിഗ്നൽ കിട്ടി, അതുകൊണ്ട് സെല്ല് ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് വീണ്ടും ഒരു ബൈ നടന്നിട്ടുണ്ട്. 19,743 ഒരു ബൈ നടന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറിയ ലോസിലാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ക്രാഷ് വരാമെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ സെല്ല് ചെയ്ത് നമ്മളെ സേഫ് ആക്കണ്ടേ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ. ഇന്നിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. 4 ട്രേഡാണ് ഇന്ന് നടന്നത്. അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് നോക്കാം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യാം. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അതിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ സ്വന്തം റിസ്ക് ചെയ്യാം. എല്ലാത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വന്തം റിസ്ക് ചെയ്യണമല്ലോ.